Welcome back to GIAN Academy Malayalam. In this class, we will learn electrostatic potential due to a point charge. We will learn important points. This is electrostatic potential due to a point charge. The derivation is continuation of this video. Starting with electric potential. Potential is the work done by an external agency to move a point charge from infinity to a point in an electric field. ഒരു electric field പോയിന്റിനെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള external energy നെയാണ് പറയുന്നത് electric potential എന്ന് പറയുന്നത് from infinity to a point in an electric field. Okay, so എത്ര work നമ്മൾ ചെയ്യണം? ആര് ചെയ്യണം? External agent ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഒരു ചാർജിനെ ഇൻഫിനിറ്റിൽ നിന്നൊരു പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട്. ഇതിനെയാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഇസ് എ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നമ്മൾ പഠിച്ചു. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരുന്നത് കൊണ്ട് തന്നെ ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് ഏത് ഷേപ്പ് ആയിക്കോട്ടെ ഒരു ക്ലോസ്ഡ് സർഫസിനകത്ത് ചാർജിനെ മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്ക് is always zero. So work done to move a charge around a closed surface of any shape is zero since electric force is a conservative force. This is a note point number 1. Note point number 2, if the charge is positive. നമുക്ക് പോസിറ്റീവ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തിക്കണം. ഇലക്ട്രിക് ഫീൽഡിൽ ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ പോയിന്റിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ എത്തിക്കാനായിട്ട് എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. സോ പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആണ് എന്ത്? പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ചെയ്യുന്ന വർക്ക്. So electric field എങ്ങനെയായിരിക്കും? What is electric field? Electric field is the negative potential gradient. E is equal to minus dV. അല്ലേ? So dE is equal to minus dV. Negative potential gradient ആണ് എന്ത്? നമ്മുടെ electric field എന്ന് പറയുന്നത്. So positive potential ആണെങ്കിൽ, positive work done ആണെങ്കിൽ negative electric field ആയിരിക്കും. The charge is negative, then potential എന്തായിരിക്കും? നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആയിരിക്കും. നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് അതിന്റെ ഓപ്പോസിറ്റ്. സോ ഇറ്റ് ഈസ് പോസിറ്റീവ്. നോട്ട് പോയിന്റ് നമ്പർ 3, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് മാഗ്നെറ്റോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ can be positive, negative or zero. Electrostatic potential നമ്മൾ ഓൾറെഡി പറഞ്ഞു. മാഗ്നെറ്റോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിക് കറന്റ് പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആയിക്കോട്ടെ ഇറ്റ് ക്യാൻ ബി പോസിറ്റീവ്, നെഗറ്റീവ് ഓർ സീറോ. Whereas the gravitational potential is always negative. Infinite distance r is equal to infinity. ആ പോയിന്റിലുള്ള വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? It is zero. Okay. അതേപോലെ തന്നെ earthന്റെ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ പൊട്ടൻഷ്യൽ is taken as zero. സോ ആ ഗ്രൗണ്ട് അല്ലെങ്കിൽ എർത്ത് ആണ് നമ്മുടെ റെഫറൻസ്. ഈ റെഫറൻസിൽ നിന്നാണ് ബാക്കിയുള്ള പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്. നോട്ട് പോയിന്റ് നമ്പർ 5 is പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആണെങ്കിൽ പൊട്ടൻഷ്യൽ സീറോ ആവണമെന്നില്ല, പൊട്ടൻഷ്യൽ സീറോ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവണം എന്നില്ല. അതിന് രണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ കൺസിഡർ ചെയ്യണം. ആദ്യത്തെ എക്സാമ്പിൾ, കൺസിഡർ two equal and opposite charges separated by a distance. അതായത് രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പൊളാരിറ്റി മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ഇങ്ങനെ ഒരു സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഇതിന്റെ സെന്ററിൽ ആയിട്ട് അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റിൽ നിന്നും ഈ രണ്ട് ചാർജിൽ നിന്നും ഈക്വൽ ഡിസ്റ്റന്റ് ആയിട്ട് ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. സോ ഒരു പോസിറ്റീവ് ഉണ്ട്, ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ട്. ഇത് രണ്ട് കാരണം ഉണ്ടാവുന്ന റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ഒരു പോയിന്റിൽ രണ്ട് ചാർജ് കാരണം ഉണ്ടാവുന്ന റിസൾട്ടന്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. കാരണം രണ്ടും ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് പൊളാരിറ്റി ആണ്. സോ പൊട്ടൻഷ്യൽ ഈക്വൽ ആണ്. പക്ഷേ ഇത് രണ്ടിനും എക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ എക്രോസ് ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒരിക്കലും സീറോ അല്ല. Potential is zero, resultant potential is zero, but electric field is not zero. Second example, electric field inside a charged conductor is always zero, whereas electric potential inside a charged conductor is not zero. Consider an electric field, okay, by a specific source. അതിൽ ഒരു പോയിന്റ് O കൺസിഡർ ചെയ്യാം. ഈ പോയിന്റിൽ O എന്ന് പറഞ്ഞ പോയിന്റിലെ പൊട്ടൻഷ്യൽ is capital V. We want to move a charge Q from infinity to this point O.
So in the work aanu cheyyunnathu, so work done to move a charge from infinity to this point O is W. So what is the work done here? Work done is equal to potential into charge. W is equal to V into Q. This work done is stored as the potential energy. Therefore, the potential energy U, it is represented as U. U nana represent cheyyunnathu. So, ee point la potential energy ennu varum U is equal to V into Q. Potential energy of system of two charges in an external electric field. So, two point consider cheya 1 and 2. 1 എന്നുള്ള പോയിന്റിലേക്ക് Q1 ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ is V1. 2 എന്ന പോയിന്റിലേക്ക് Q2 ചാർജിനെ മൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊട്ടൻഷ്യൽ is V2. So the potential energy at Q1 in the external electric field is given by U1 is equal to V1 into Q1. Charge Q2 in the external electric field is U2 is given by V2 into Q2. Now one more potential energy is creating. Our potential energy in the karanana Q1 and Q2. രണ്ട് ചാർജ് ഉണ്ട് അല്ലേ? ഈ രണ്ട് ചാർജിന്റെ ഇടയിലുള്ള ഫീൽഡ് കാരണം ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി ഇസ് U12. U12 is equal to 1/4πε0 into Q1 Q2 രണ്ട് charges divided by R12, where R12 is the distance between the charge Q1 and Q2. According to superposition theorem, if you want to find the total potential energy by superposition principle, we can add the individual potential by the charge Q1, Q2 and the field കാരണം ഉണ്ടാവുന്ന ഈ ഒരു പൊട്ടൻഷ്യലും കൂടി ആഡ് ചെയ്യുക അല്ലേ? അപ്പോൾ നമുക്ക് എന്തെന്ന് വരും? U1 plus U2 plus U12 is the total potential energy, which is equal to V1 Q1 plus V2 Q2 plus V 1/4πε0 into Q1 Q2 divided by R12 is the total potential energy of the charge of two charge system in the external electric field. Potential energy of a dipole system in the external electric field ആണ് അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. So നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്, ഡിറൈവ് ചെയ്തതാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ സിസ്റ്റം. So U is equal to minus P vector dot E vector, which is also equal to minus PE cos theta. Now we are going to consider three cases for this dipole and potential energy. Dipole എന്ന് പറയുന്നത് perpendicular to the axis of electric field ആണെങ്കിൽ, perpendicular എന്ന് പറഞ്ഞ theta is equal to 90 degree. നമുക്കറിയാം U is equal to minus PE cos theta. What is cos 90? Cos 90 is equal to 0. So potential energy is equal to 0 if the dipole and electric field are perpendicular. Second case is if the axis is in the same direction as that of the electric field. Electric field axis ഒരേ direction ലാണെങ്കിൽ potential energy എന്ന് പറയുന്നത് U is equal to minus PE cos 0 എന്ന് വരും. Cos 0 ന്റെ value 1 ആണ്. So U is equal to minus PE. If theta is 180 degree, ആ കണ്ടീഷന് ആന്റി പാരലൽ കണ്ടീഷൻ എന്ന് പറയുന്നു. സോ ആന്റി പാരലൽ കണ്ടീഷൻ ആണെങ്കിൽ theta 180 cos theta is equal to minus 1. Therefore potential energy U is equal to minus PE, minus of minus PE cos 180. So cos 180 is negative 1, negative negative cancel ആയി U is equal to PE എന്ന് വരും. നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഡൈപോളിനെ ടേൺ ചെയ്യുന്നു. ഓക്കെ, സോ അതിന് ചെയ്യുന്ന വർക്ക് it is given by work done to turn a dipole in an electric field is equal to U final minus U initial, where U final is the final potential energy of the dipole and U initial is the initial potential energy of the dipole. So ഇതിന് ബേസ് ചെയ്ത് നമുക്ക് മൂന്ന് കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് work done in moving a dipole from parallel to anti-parallel in an electric field E. Okay, so നമ്മുടെ ഡൈപോളിനെ പാരലൽ പൊസിഷനിൽ നിന്ന് ആന്റി പാരലൽ പൊസിഷൻ ടു ഇയിലേക്ക് മൂവ് ചെയ്യുക അല്ലെങ്കിൽ ടേൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വർക്ക് ഡൺ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു U final minus U initial. So what is the U final here? ആന്റി പാരലൽ ആണ് അല്ലെ? സോ ആന്റി പാരലൽ ആവുമ്പോൾ നമ്മുടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു PE, whereas പാരലൽ ആവുന്ന സമയത്ത് minus PE. So PE minus minus PE, minus minus got cancelled to 2PE is the work done in moving a dipole from parallel to perpendicular to E. So parallel ആണെങ്കിൽ നമുക്കറിയാം minus PE, perpendicular എന്ന് പറഞ്ഞാൽ ഫൈനൽ ആണ് അല്ലെ? So final potential is equal to 0. So what is the work done? U final minus U initial, 0 minus minus PE, which is equal to PE.
അടുത്ത കേസ് എന്ന് പറയുന്നത് perpendicular to anti-parallel, that is 180 degree work done to move a dipole from perpendicular position to anti-parallel position. So initially what is the work done? Initial work done 0 ആണെങ്കിൽ final work done 0 ആയിരിക്കും. So total work done എന്തായിരിക്കും? It is 0. So initial potential energy 0 ആണെങ്കിൽ final potential energy 0. So total work done is also equal to 0. Perpendicular നിന്ന് anti-parallel ലേക്ക് move ചെയ്യണമെങ്കിൽ total work done it is equal to 0.